ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇനി വൈകുവാനുള്ള സാധ്യത താങ്കൾ കാണുന്നില്ലല്ലോ അല്ലേ? ചർച്ച ഇന്നത്തോടുകൂടി അവസാനിച്ചു എന്ന് തന്നെ കരുതാം. ഇന്നോ നാളെയോ പ്രഖ്യാപനമുണ്ടാകും. KC ആയിരിക്കും അല്ലേ? അല്ല, ഇത് വൈകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും ദിവസമായിട്ട് ഇന്ന് നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിട്ടില്ലല്ലോ. ഇത് ഇനിയും താമസിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് KC വേണുഗോപാലിനെ ഇവിടെ അവരോധിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ അതിനെന്തൊക്കെയാണ് മാർഗം, അതിനെന്താണ് സ്വന്തം പ്രതിച്ഛായ? അതായത് ഗാന്ധി കുടുംബത്തിന് രാഹുൽ ഗാന്ധിക്ക് മുമ്പേ ഇവിടെ കേരളത്തിൽ ഒരു വലിയ പ്രതിച്ഛായ ഉണ്ട്. ആ പ്രതിച്ഛായ നഷ്ടപ്പെടാതെ എങ്ങനെയാണ് KC വേണുഗോപാൽ ഇപ്പോൾ ഇവിടെ പൊതുജനങ്ങളുടെ ശത്രുവായി, ഒരു വലിയ വിഭാഗത്തിൻ്റെ ശത്രുവായി കാണുന്ന KC വേണുഗോപാലിന് അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പുറത്ത്, അത് സൗഹൃദം മാത്രമല്ല, MLA-മാരുടെ പിന്തുണയുണ്ട്. പക്ഷേ MLA-മാരുടെ പിന്തുണ എന്ന് പറയുമ്പോൾ അത് കേവലം സാങ്കേതികമാണ്. ഈ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് KC വേണുഗോപാൽ ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് വഴി, അദ്ദേഹത്തിൻ്റെ ആ ശക്തി വഴി അദ്ദേഹം നേടിയെടുത്തതാണ് ഈ MLA-മാരെ എല്ലാം. കൃത്യം 10 വർഷം മുൻപ് KC വേണുഗോപാൽ ഈ വിശാലായി ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ഒരു ഗ്രൂപ്പിൻ്റെ വെറും ഒരു നേതാവ് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സതീശനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള ഒരു നേതാവ് മാത്രമായുള്ള KC വേണുഗോപാൽ എങ്ങനെയാണ് ഇത്രയും നാളുകൊണ്ട് ഇത്രയും MLA-മാരെ കേരളത്തിലെ ഒരു A ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ സംവിധാനത്തെ മുഴുവൻ വിഴുങ്ങുകയും ചെന്നിത്തലയുടെ കൂടെ നിൽക്കുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാരെ തൻ്റെ വശത്താക്കുകയും ഈ ഗ്രൂപ്പുകാരെന്ന് പറയുന്ന കുറേ ആൾക്കാരെ അദ്ദേഹം കൂടെ കൂട്ടുകയും, അതുമാത്രമല്ല അദ്ദേഹം പണ്ട് KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ അധ്യക്ഷനായിരുന്നപ്പോൾ ആ പാനലിലുണ്ടായിരുന്ന എല്ലാവരെയും തിരിച്ച് പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്ത അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിംഗ് വഴി ഈ MLA-മാരുടെ എല്ലാം പിന്തുണ നേടിയെടുത്തത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം വഴിയാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി 2018 ഡിസംബറിൽ അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വരികയും കഴിഞ്ഞ 8 വർഷത്തിൽ അദ്ദേഹം നേടിയെടുത്ത അദ്ദേഹത്തിൻ്റെ ആ ഇൻഫ്ലുവൻസ് ആണ് ഇതിൻ്റെ എല്ലാം ഈ MLA-മാരുടെ എല്ലാം സംഖ്യാബലം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകാൻ കാരണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ തികച്ചും സാങ്കേതികമായിട്ടുള്ള MLA-മാരുടെ പിന്തുണയിൽ ഇവിടെ KC വേണുഗോപാലിനെ അവരോധിക്കാൻ ഗാന്ധി കുടുംബം ശ്രമിച്ചാൽ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ശ്രമിച്ചാൽ അത് അത്ര എളുപ്പമാകില്ല. അത് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ VD സതീശനൊക്കെ മാധ്യമങ്ങളും മറ്റ് പല വിധത്തിലും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പ്രതിച്ഛായ, അദ്ദേഹം നേടിയെടുത്ത പ്രതിച്ഛായ, അദ്ദേഹത്തിൻ്റെ വനവാസത്തിന് പോകും എന്നുള്ള അദ്ദേഹത്തിൻ്റെ കമൻറ്റും, അല്ലെങ്കിൽ 12 ഒരു ഡസൻ മന്ത്രിമാർ തോൽക്കും, 100 സീറ്റ് ജയിക്കും എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ കോൺഫിഡൻസോടുകൂടിയുള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഇവിടെ പല മാധ്യമപ്രവർത്തകരും ഇലക്ഷന് മുൻപ് ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഇവിടെ കുറേ പെയ്ഡ് സർവേകൾ നടന്നു, ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, കുറേ ഫ്ലെക്സ് വെച്ചത് വഴി പിണറായി വിജയൻ തിരിച്ചു വരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എന്തൊക്കെ ഒരു ക്യാമ്പയിൻ നടന്നല്ലോ. ആ സമയത്ത് വളരെ ശക്തിയോടുകൂടി, ആർജവത്തോടുകൂടി ഇവിടെ UDF തിരിച്ചു വരും. മറ്റൊരു പ്രചരണം എന്തായിരുന്നു, അതും ചില മാധ്യമപ്രവർത്തകർ ഏറ്റെടുത്തിരുന്നു. അതായത് ഇവിടെ എത്ര മോശം അവസ്ഥയിലും CPM-ന് 60 സീറ്റിൽ തോൽക്കാൻ ഒരു സാധ്യതയുമില്ല, 60 സീറ്റെങ്കിലും എത്രയും മോശം അവസ്ഥയിലും CPM ജയിക്കും. ഇതായിരുന്നു മറ്റൊരു സംഘം മാധ്യമപ്രവർത്തകരും PR ഏജൻസികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെയെല്ലാം നല്ല ലോജിക്കൽ ആയിട്ടുള്ള, റാഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലോടുകൂടി അതൊന്നും അങ്ങനെ ആകില്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ VD സതീശനായി. അത് റിസൾട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാദത്തെ, ആ ഒരു കോൺഫിഡൻസിനെ അത് കൃത്യമായി തെളിയിച്ചു. അപ്പോൾ ആ ഒരു ഇമേജിൻ്റെ ആ പരിവേഷമുള്ള VD സതീശനെ ഇപ്പോൾ മാധ്യമങ്ങളെപ്പോഴും, മാധ്യമങ്ങളും ഈ പ്രതിച്ഛായ ബിൽഡർമാരും എപ്പോഴും ജയിക്കുന്ന ആളുടെ കൂടെയാണ്. അതിപ്പോൾ പിണറായി വിജയൻ ജയിച്ചപ്പോൾ 10 വർഷം പിണറായിയുടെ കൂടെ നിന്ന ആൾക്കാർ ഇപ്പോൾ പെട്ടെന്ന് VD സതീശൻ്റെ ഒക്കെ ഫാൻസായി മാറിയ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ VD സതീശൻ്റെ കൂടെയാണ് ഇവിടെ പബ്ലിക് ഒപ്പീനിയൻ. പക്ഷേ ഇവിടെ ഹൈക്കമാൻഡ് തങ്ങളുടെ പിടി അയഞ്ഞു പോകുന്നത് അതിന് അനുവദിക്കുമോ എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി. ഇപ്പോൾ സതീശനെ ആക്കിയാൽ ഹൈക്കമാൻഡിന്റെ പിടി അയഞ്ഞു എന്നതിന് തുല്യമാണല്ലോ. കാരണം ഹൈക്കമാൻഡിന്റെ മാനസപുത്രൻ എന്ന് പറയുന്നത് ഈ പറയുന്ന KC വേണുഗോപാലാണ്. അദ്ദേഹം ഈ MLA-മാരുടെ പിന്തുണ ആർജിച്ചതും ഹൈക്കമാൻഡിൽ തനിക്കുള്ള സ്വാധീനം ഉപയോഗിച്ചാണ് എന്നതും ശരി തന്നെയാണ്. പക്ഷേ KC-യെ ആക്കാതെ മറ്റൊരാളെ ആക്കുകയാണെങ്കിൽ അത് ഹൈക്കമാൻഡിന് സംസ്ഥാന കോൺഗ്രസിലുള്ള പിടി അയഞ്ഞു എന്നതിന് തുല്യമായി മാറുമല്ലോ. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു റിസ്ക് എടുക്കുമോ? അല്ല, അത് ആ ഒരു നിരീക്ഷണത്തോട് ഞാൻ യോജിക്കുന്നില്ല മഞ്ജുഷ്. ഇപ്പോൾ
ഹൈക്കമാൻഡിന് കേരളത്തിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാലും ഹൈക്കമാൻഡിൻ്റെ ആ പിടി, ഹൈക്കമാൻഡെന്ന് മഞ്ജുഷ് ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ ആ പിടി അയയുന്നില്ല. അത് ഇപ്പോൾ സതീശനൊക്കെ മുഖ്യമന്ത്രി ആയാൽ തന്നെ പഴയ ഉമ്മൻചാണ്ടിയുടെയോ കരുണാകരൻ്റെയോ ആൻ്റണിയുടെയോ ഒക്കെ ഒരു ഇൻഫ്ലുവൻസിലെത്താൻ അതിപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും അതത്ര എളുപ്പമല്ല. ഇവിടെ ഹൈക്കമാൻഡിന് നല്ലൊരു സ്വാധീനം അപ്പോഴും ഉണ്ടാകും. പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ അപ്പോഴും കേന്ദ്രത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഈ എംഎൽഎമാരൊക്കെ അപ്പോഴും അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈവൻ മന്ത്രിമാരായിട്ട് ഇതിൽ പല എംഎൽഎമാരും വരുമല്ലോ. കെ സി ഇവിടെ വന്നില്ലെങ്കിലും ഈ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പല എംഎൽഎമാരും ഇവിടെ മന്ത്രിമാരാകും. ആ മന്ത്രിമാരൊക്കെ അപ്പോഴും ഇവിടെ ഉണ്ടാകും. ഹൈക്കമാൻഡിന്റെ പിടി അതുപോലെ ഉണ്ടാകും. രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കും. കെ സി വേണുഗോപാലിന് സംസ്ഥാന കോൺഗ്രസിലുള്ള വിലയില്ലാതാകും എന്നുള്ള കാര്യം കൂടി വരുമല്ലോ. കെ സി അങ്ങനെ ഒരു റിസ്കിന് തയ്യാറാകുമോ? കെ സി ഇടയ്ക്ക് പിന്മാറുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും പറഞ്ഞിരുന്നത് ഇത്രയും എംഎൽഎമാരുടെ പിന്തുണ ആർജിച്ചതിന് ശേഷം എങ്ങനെ കെ സി പിന്മാറാനാണ് എന്നാണ്. കെ സിയെ ഹൈക്കമാൻഡ് നിയോഗിച്ചില്ലെങ്കിൽ ഇത്രയും സ്വാധീനമുള്ളയാൾക്ക് ഇത്രയും കളി കളിച്ചിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയാതെ വന്നാൽ കെ സിക്ക് പിന്നെ എന്ത് വിലയാണുള്ളത്? പൊളിറ്റിക്കൽ സൂയിസൈഡ് ആയിരിക്കും. നാളെ ഒരു പത്രസമ്മേളനം നടത്തി പറയാം. അതായത് ചോദ്യം എന്നോടാണോ? അത് താങ്കളോടാണ്. അതിനിടയ്ക്ക് സിബി പറഞ്ഞത് അതൊരു രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കും കെ സി വേണുഗോപാലിന്റെ എന്നാണ്. ശരി, ആനന്ദ്. അല്ല, ഞാൻ അത് കെ സി വേണുഗോപാലിനൊരു ആത്മഹത്യ ആകും എന്ന് കരുതുന്നില്ല. കാരണം ഇപ്പം നാളെ കെ സി വേണുഗോപാലിനൊരു പത്രസമ്മേളനം നടത്തി പറയാം, ഇത്രയും ദിവസം ഈ എംഎൽഎമാരുടെ പേര് പറഞ്ഞ് എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ച മാധ്യമങ്ങളെ അദ്ദേഹത്തിന് കുറ്റം പറയാം. അദ്ദേഹത്തിന് പറയാം ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടല്ല. ആരും വിശ്വസിക്കണമെന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഇങ്ങനെയാണല്ലോ, പ്രതിച്ഛായ നിർമ്മിതി ഇങ്ങനെയാണല്ലോ നടക്കുന്നത്. അപ്പോൾ കെ സുധാകരൻ 3 ദിവസം ദില്ലിയിൽ കെട്ടിക്കിടന്നു. അദ്ദേഹത്തിൻ്റെ മയൂര അപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഒരു പ്രതികരണവും നടത്താതെ അദ്ദേഹം MLA ടിക്കറ്റിന് വേണ്ടി അദ്ദേഹം 3 ദിവസം അവിടെ ഹൈക്കമാൻഡിനെ മുൾമുനയിൽ നിർത്തി. അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നെനിക്കറിയില്ല. പക്ഷേ അങ്ങനെ അദ്ദേഹം ചെയ്തിട്ട് അവസാനം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? ഞാനൊരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ്, പാർട്ടി അംഗമാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ വ്യാജ വാർത്തകൾ അദ്ദേഹത്തിൻ്റെ മകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അവർ വഴി മാധ്യമങ്ങൾക്ക് കിട്ടിയ വാർത്ത ഉൾപ്പെടെയാണ് അദ്ദേഹം നിരാകരിച്ചത്. അപ്പോൾ അതെല്ലാം ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് കെ സി വേണുഗോപാലിന് നാളെ ഒരു പത്രസമ്മേളനം നടത്തി പറയാം. ഈ ചർച്ചയിൽ എൻ്റെ പേര് വലിച്ചഴിച്ച് എൻ്റെ പ്രതിച്ഛായ നശിപ്പിച്ച മാധ്യമങ്ങളെയൊക്കെ അദ്ദേഹത്തിന് വെറുതെ കുറ്റം പറഞ്ഞ് രസിക്കാം. പക്ഷേ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കെ സി വേണുഗോപാൽ ഇപ്പോൾ പിൻവലിയുന്നതാണ്, ഇപ്പോൾ ഒന്ന് പിന്നോട്ടടിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലത്. കാരണം ഇപ്പോൾ കേരളത്തിലെ പൊതുജനാഭിപ്രായം അദ്ദേഹത്തിന് മൊത്തമായി എതിരാണ്. ഇപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്? 6 മാസം മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റുന്ന വിധത്തിൽ കേരളത്തിലെ പൊതുജനാഭിപ്രായം മാറ്റിയെടുക്കാം. ഇവിടെ ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും, അതിലും അദ്ദേഹത്തിൻ്റെ ഒരു നോമിനിയെ നിശ്ചയിച്ച് ജയിപ്പിച്ചെടുക്കാം എന്നൊക്കെയാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷേ അതത്ര എളുപ്പമായിരിക്കില്ല, പ്രത്യേകിച്ച് ഈ ഒരു പരിസ്ഥിതിയിൽ. നമുക്കറിയാം 2001 ഒരു ചരിത്രമുണ്ട്. 2001 ഇതുപോലെ 99 100 സീറ്റുമായിട്ട് കോൺഗ്രസ് സർക്കാർ ഭരണത്തിൽ വന്നു. അന്ന് AK ആന്റണി മുഖ്യമന്ത്രിയായ ദിവസം അതേ ദിവസം കെ മുരളീധരനെ KPCC അധ്യക്ഷനാക്കി അന്ന് കെ കരുണാകരൻ വിലപേശി നേടിയെടുത്തു. പക്ഷേ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കെ മുരളീധരൻ സ്വന്തം അച്ഛൻ പറയുന്നത് കേൾക്കാതെ AK ആന്റണി പറയുന്നത് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ കരുണാകരൻ്റെ വിധം മാറി. അദ്ദേഹം ദിവസവും ഓരോ പത്രപ്രസ്താവനകൾ ഇറക്കാൻ തുടങ്ങി ആന്റണിക്കെതിരെ. അത് എന്നിട്ട് അവസാനം കോടത്ത് ഗോവിന്ദൻ നായരെ മത്സരിപ്പിക്കുന്നതിലും 2004 സെബാസ്റ്റ്യൻ പോളിനെ ജയിപ്പിക്കുന്നതിലും TV ചിഹ്നത്തിൽ സെബാസ്റ്റ്യൻ പോളിനെ ജയിപ്പിക്കുന്നതിലും അദ്ദേഹം DIC ഉണ്ടാക്കുന്നതിലും കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ അടുത്ത 25 വർഷത്തേക്ക് ദുർബലമാകുന്നതിലും കലാശിച്ചു. ഇപ്പോൾ കെ സി വേണുഗോപാൽ പിൻവലിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി നിലനിൽക്കും, അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ കാര്യം തന്നെ കട്ടപ്പുകയാവും എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.